സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് വക്കീൽ എന്താണ് ഇതുവരെ ഒരു അഭിപ്രായം പറയാത്തത് എന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടല്ല. ഇത് അവരുടെ സമുദായ കാര്യമാണ്. നമ്മളെപ്പോലുള്ള ആളുകൾ അതിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ തർക്കം ഒരു സ്ഥലത്തും എത്താതെ ഇങ്ങനെ തുടർന്നു പോവുകയും ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും ചോദിക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഇതിൻ്റെ മെറിറ്റിനെ കുറിച്ച് എനിക്കൊന്നും തന്നെ പറയാനില്ല. സംഭവം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാരുടെ ഒരു പ്രധാന സംഘടനയാണ്. ഏറ്റവും അധികം ആളുകൾ ഉള്ള സംഘടന അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു വിമത സംഘടനയാണ് നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന സമസ്ത. അതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തന്നെയാണ്. ഒന്നിൻ്റെ ഓഫീസ് ചേളാരിയിലും മറ്റതിൻ്റേത് നമ്മുടെ കാരന്തൂരുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരന്തൂർ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്, ചേളാരിയിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ പണ്ഡിത സഭയാണ് ഇ കെ ഗ്രൂപ്പ് എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഉലമാക്കളുടെ സംഘടനയാണ്. മതപണ്ഡിതന്മാരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ നമുക്കറിയാം. PMA സലാം, അല്ലെങ്കിൽ ഡോക്ടർ MK മുനീർ, PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെയുള്ള ആളുകൾ. ഈ രണ്ട് സംഘടനകൾ തമ്മിൽ ഏത് കാലത്തും വലിയ അടുപ്പത്തിലും ഐക്യത്തിലുമാണ് പ്രവർത്തിച്ചത്. അതേസമയത്ത് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മുസ്ലിം ലീഗിൽ സമസ്തയിലെ AP ഗ്രൂപ്പുകാരുണ്ട്, അതുപോലെ മുജാഹിദുകാരുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, മറ്റ് വിഭാഗക്കാരുണ്ട്. പ്രത്യേകിച്ച് വിഭാഗമൊന്നും ഇല്ലാത്ത വിഭാഗക്കാരുണ്ട്. അത് മുസ്ലിങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത്യാവശ്യം മുസ്ലിങ്ങളും ആ പാർട്ടിയിലുണ്ട്. നമ്മുടെ രാമനുണ്ട്, KP രാമൻ പണ്ടുണ്ടായിരുന്നു. പിന്നെ UC രാമൻ ഉണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ദളിത് ലീഗ് എന്നൊക്കെ പറഞ്ഞ വിഭാഗക്കാർ. അപ്പോൾ ഇത് രണ്ടും ഏറെക്കുറെ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ്. ഒന്ന് രാഷ്ട്രീയ പാർട്ടിയാണ്, മറ്റത് മതപണ്ഡിതന്മാരുടെ സംഘടനയാണ്. ഇവർ തമ്മിൽ ഏത് കാലത്തും വലിയ ഐക്യത്തിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ പണ്ട് മുതൽക്കേ ഈ മുസ്ലിം ലീഗിൽ മുജാഹിദുകാർക്ക് കിട്ടുന്ന പ്രാമുഖ്യത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, സുന്നി മതപണ്ഡിതന്മാരുടെ ഇടയിൽ. അതുകൊണ്ടാണ് പണ്ട് 1980-കളിൽ MDP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞിരുന്ന അതിൻ്റെ പേര്. പക്ഷേ ആ പാർട്ടി അധികം ദിവസവും നിലനിന്നില്ല. പിന്നെ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. പക്ഷേ ഏത് കാലത്തും ഇങ്ങനൊരു മുറുമുറുപ്പ് ഉണ്ടായിരുന്നു. എങ്കിലും പരമാവധി സ്നേഹത്തിലും സഹകരണത്തിലുമാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർ ഇ കെ വിഭാഗത്തിൽപ്പെട്ട ചില പണ്ഡിതന്മാരെങ്കിലും കുപ്പിയിലിറക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. അതുവരെ AP ഗ്രൂപ്പുമായിട്ട് മാത്രമേ CPMന് ബന്ധമുണ്ടായിരുന്നു. ഇ കെ ഗ്രൂപ്പിൽപ്പെട്ട പണ്ഡിതന്മാരെ സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ഇവർ പ്രശംസിക്കുകയും ഇവർ സാധുക്കളായതുകൊണ്ട് ഈ മാർക്സിസ്റ്റുകാരുടെ സ്തുതിയിൽ അല്ലെങ്കിൽ പ്രശംസയിൽ ഇവർ വീണു പോവുകയും ചെയ്തു. ഇതാണ് സത്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ ജിഫ്രി തങ്ങൾ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ നമ്മൾ ഇടയ്ക്ക് TVയിലൊക്കെ കാണാറുണ്ട്. അദ്ദേഹത്തെ പിണറായി വിജയൻ വിളിക്കുകയും സുഖവിവരം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഈ പാവപ്പെട്ട തങ്ങൾ വിചാരിച്ചു, അല്ലെങ്കിൽ ഈ മുസ്ലിയാർ വിചാരിച്ചു, മാർക്സിസ്റ്റുകാർക്ക് നമ്മളോട് വലിയ മുഹബത്താണ്, ഇനിയിപ്പോൾ ലീഗില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഇതൊരു വ്യാമോഹമാണ്, തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിണറായി വിജയനോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോട് എന്തെങ്കിലും താല്പര്യമുണ്ട് എന്ന് നമുക്കാർക്കും വിചാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ സമസ്തയ്ക്കകത്ത് രണ്ടഭിപ്രായം. ഒന്ന് ലീഗിനോട് ചേർന്ന് നിൽക്കണം എന്ന അഭിപ്രായമുള്ള ആളുകൾ, മറ്റത് ഇനിയിപ്പോൾ ലീഗില്ലെങ്കിലും കുഴപ്പമില്ല, സമുദായം നിലനിൽക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾ. ഇതാണ് സത്യത്തിലുള്ള പ്രശ്നം. ഇപ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരു അധ്യായം എന്ന് പറയുന്നത് ഈ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം തുടങ്ങിയത് തന്നെ ചാന്ദ്രികയോട്ട് മത്സരിച്ചിട്ടാണ്. സമസ്തയുടെ വാർത്തകൾക്കൊന്നും ചാന്ദ്രിക വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്ന തോന്നലിൽ നിന്നാണ്, എന്ന ധാരണയിൽ നിന്നാണ് സുപ്രഭാതം എന്ന് പറഞ്ഞൊരു പത്രം തന്നെ ഉണ്ടായത്. സുപ്രഭാതത്തിന് ചന്ദ്രികയേക്കാളൊക്കെ കൂടുതൽ സർക്കുലേഷൻ ഉണ്ട്, ഒരുപക്ഷെ മാധ്യമത്തെക്കാൾ സർക്കുലേഷൻ ഉണ്ട്. ആരെങ്കിലും അത് സീരിയസ് ആയിട്ട് വായിക്കുന്നുണ്ടോ എന്നുള്ള വേറെ ചോദ്യമാണ്. ഈ പത്രത്തിൻ്റെ ഗൾഫ് എഡിഷൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിളിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അത് ഏറ്റവും പുതിയ പ്രശ്നം. അതോടുകൂടി ഈ മുസ്ലിം ലീഗുകാർ വല്ലാതെ പ്രകോപിതരായി. ലീഗുകാരെ അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കും. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഈ സുപ്രഭാതത്തിൻ്റെ ആളുകൾ ഗൾഫിൽ നടത്തിയ പരിപാടിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനും BD സതീശനും ഇവിടുന്ന് അബുദാബിയിൽ പോയി പ്രസംഗിക്കണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ലീഗുകാരല്ല എന്ന് വെച്ച് സുപ്രഭാതത്തിന് എന്തെങ്കിലും പോരായുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല.
അതിലിപ്പോൾ മുഹമ്മദ് റിയാസിനെ വിളിച്ചു, ഇനി അടുത്ത പ്രാവശ്യം ബിനോയ് വിശ്വത്തെ വിളിക്കാം. അതല്ല ശ്രീധരൻപിള്ളയെ വിളിച്ചാൽ ശ്രീധരൻപിള്ള സന്തോഷമായിട്ട് പോകും. അതൊന്നും അങ്ങനെ കണക്കാക്കേണ്ടതില്ല. പക്ഷേ ലീഗ് നേതാക്കന്മാരത് ഒരു വിഷയമായിട്ട് എടുക്കുകയും ഇതിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തർക്കം ഇനി അങ്ങോട്ട് കൂടുതൽ രൂക്ഷമാകും. അതിനെ തുടർന്ന് സമസ്ത ലീഗിനെ തള്ളിപ്പറയും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഞാനങ്ങനെ കരുതുന്നില്ല. അത് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട പാർട്ടികൾ തന്നെയാണ്. പക്ഷേ ഞാനിവിടെ പറയാമെന്ന് സത്യത്തിൽ ഈ കാര്യമല്ല, ഇതിപ്പോൾ ഒരു ആമുഖമായിട്ട് പറഞ്ഞുള്ളൂ. ഈ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് ഈ രണ്ട് സംഘടനകളും, ഒരു പണ്ഡിത സംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ കാശപിശ ഉണ്ടാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ അഭിപ്രായ വോട്ടെടുപ്പുകാരൊക്കെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യോഗേന്ദ്ര യാദവ് മുതൽക്ക് പ്രശാന്ത് കിഷോർ വരെയുള്ള ആളുകൾ പ്രവചിക്കുന്നത് ഇവിടെ BJPയുടെ സർക്കാർ വീണ്ടും വരും, നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകും എന്നാണ്. അതറിയണമെങ്കിൽ ജൂൺ 4 തീയതി വരെ കാത്തിരുന്നാൽ മതി. അധികം ദിവസമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് BJPയുടെ ഭരണം വീണ്ടും വരും എന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരും മാധ്യമങ്ങളൊക്കെ പ്രവചിക്കുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടീസ് ഈ കാര്യത്തിന് വേണ്ടി വഴക്കടിക്കുന്നത് എത്ര നിസ്സാരമായ, ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ബാലിശമാണ്, എത്ര പരിഹാസ്യമാണ് എന്ന് ഞാൻ ചോദിക്കുന്നത് അവരോടുള്ള വിരോധം കൊണ്ടല്ല, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒന്ന് ആലോചിച്ചു. ഇനി മതേതര പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസും അതിൻ്റെ സഖ്യകക്ഷികളും മുസ്ലിം സമുദായത്തിന് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്നുകൂടി ആലോചിച്ച് നോക്കുക. കർണാടകത്തിൽ മുസ്ലിമായിട്ട് ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ഒരാളുമില്ല. ആന്ധ്രയിൽ ഒരാളുണ്ട്. തെലുങ്കാനയിൽ ഒരാളുണ്ട്. അത്രേ ഉള്ളൂ. അതുപോലെ ഗുജറാത്തിലും ഒരാളുമില്ല. രാജസ്ഥാനിലും ആരുമില്ല. പഞ്ചാബിലും ഹരിയാനയിലും പണ്ട് മുതലേ പതിവില്ല, ഇത്തവണയുമില്ല. മധ്യപ്രദേശിൽ ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയില്ല കോൺഗ്രസ്സിന്. അതുപോലെ ബീഹാറിൽ 2 പേരുണ്ട്. ലാലുവിൻ്റെ പാർട്ടിക്ക് 4 പേരുണ്ട്. അത്രേ ഉള്ളൂ. സമാജ്വാദി പാർട്ടി മുമ്പ് കൊടുക്കുന്ന അത്ര സീറ്റുകൾ ഇത്തവണ മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് 4 പേരാണ് മത്സരിക്കുന്നത്. അതുപോലെ കോൺഗ്രസ്സിൽ നിന്ന് 2 പേരാണ്. തൃണമൂൽ കോൺഗ്രസ് 5-6 പേർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സീറ്റിലെ ഈ രാജ്യത്ത് മുസ്ലിം സ്ഥാനാർത്ഥികളുള്ളൂ. മുസ്ലിങ്ങൾ പരിപൂർണമായിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെ എത്ര പേര് ജയിക്കും എന്ന് നിങ്ങൾക്കറിയാം. വളരെ കഷ്ടമാണ്. പ്രത്യേകിച്ച് BJPക്ക് മുൻതൂക്കമുള്ള തെരഞ്ഞെടുപ്പാണ്. BJP ആണെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നു, പാകിസ്ഥാനെ വെല്ലുവിളിക്കുന്നു എന്ന വ്യാജേന ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീവ്ര ദേശീയത, തീവ്ര ഹിന്ദുത്വമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ രാജ്യത്ത് മുസ്ലിം സമുദായം ആകെ ഭയചകിതമായി നിൽക്കുന്ന സമയത്ത് BJPയുടെ സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന ഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് നമ്മുടെ സമസ്തയിലുള്ള പണ്ഡിതന്മാരും ലീഗിലുള്ള നേതാക്കന്മാരും ഇങ്ങനെ പരസ്പരം കൊമ്പ് കോർത്ത് അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ മൂത്തത് എന്ന വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരോടൊക്കെ നമുക്കൊന്നും പറയാനില്ല. സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിയാത്ത പ്രതിഭാശാലികളാണ് 2 സ്ഥലത്തും ഉള്ളത് എന്ന് മാത്രം ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ കടുത്ത വാക്കുകൾ അറിയാൻ പാടാത്തതുകൊണ്ടല്ല, അത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. ഏതായാലും പ്രബുദ്ധരായ മുസ്ലിം സമുദായം ഇതുപോലുള്ള നേതാക്കന്മാരേക്ക് ഇനി സഹിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള വഴക്ക് എത്രമാത്രം അന്തസാരവിഹീനമാണ്, എത്ര ബാലിശമാണ് എന്ന് അവർ ഏതെങ്കിലും കാലത്ത് തിരിച്ചറിയും എന്ന് മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ട് ഇതുവരെ നന്നാവാൻ പോകുന്നില്ല എന്നുള്ള വേറൊരു കാര്യമാണ്. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം പണ്ഡിതന്മാരോട്, ഒരു പണ്ഡിതനല്ലാത്ത എനിക്ക് ഒരു ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു താക്കീതെന്ന് ഞാൻ പറയുന്നില്ല, ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ളവരെയൊക്കെ ദൈവം സഹായിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.